നമസ്കാരം. തോൽവിയിൽ നിന്നും പാഠം പഠിക്കാത്ത നേതാക്കന്മാർ, പാർട്ടിയെ ചങ്ങലക്കിട്ട് സ്വന്തം ഇംഗിതത്തിന് പ്രേരിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സഖാക്കൾ, ഇവരെയൊക്കെ പാർട്ടിയിൽ ഇനിയും നട്ടലുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവർ തിരുത്തേണ്ടതല്ലേ? അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തി എത്തുന്ന നേതാക്കന്മാരുടെ എണ്ണം ഇപ്പോൾ CPM-ൽ കൂടുന്നു എന്ന് പറയാം. കാരണം അതിൽ ഇപ്പോൾ 1000 സിംഹങ്ങളെ നയിക്കുന്ന കഴുതയാര്? CPM-ൽ തിരുത്തൽവാദവുമായിട്ട് എത്തുകയാണ് ജി സുധാകരനും ഒപ്പം തന്നെ P ജയരാജനും. CPM നേതാവും മുൻമന്ത്രിയുമായിട്ടുള്ള ജി സുധാകരൻ 1000 കഴുതകളെ നയിക്കുന്ന സിംഹമാണ് എന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് വന്നപ്പോൾ 1000 സിംഹങ്ങളെ നയിക്കുന്ന കഴുതയേക്കാൾ ഭേദമെന്ന് തുറന്നടിച്ചുകൊണ്ട് CPM-ൽ ചൂടേറിയ ഒരു ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ക്ഷീണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനും ഇവരെയൊക്കെ വളരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണൂരിലെ സംസ്ഥാന നേതാവായിട്ടുള്ള P ജയരാജനും പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തുറന്നടിക്കുകയുണ്ടായി. ആലപ്പുഴയിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രിയനായ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ജി സുധാകരനാണ്. കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ വൻ സ്വീകാര്യത ഈ P ജയരാജനുമുണ്ട്. ഇരുവരും ഒരേ സ്വരത്തിൽ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ തിരിഞ്ഞത് വരും നാളുകളിൽ CPM-ൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ചേക്കാം എന്നുള്ള സൂചനകൾ നൽകുകയാണ്. പണ്ട് കോൺഗ്രസിൽ K കരുണാകരൻ നേരിട്ട സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിടുന്നത് എന്ന് പറയാം. അതായത് തൻ്റെ അപ്രമാദിത്വം ശക്തമായ കാലത്താണ് കരുണാകരൻ്റെ തണലിൽ വളർന്ന യുവനിരയിൽ ചിലർ തിരുത്തൽവാദവുമായി രംഗത്ത് വരുന്നത്. ജി കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, MI ഷാനവാസ് എന്നിവരായിരുന്നു ആ പ്രമുഖർ. കരുണാകരൻ്റെ ശൈലിയിലും സമീപനങ്ങളിലും തിരുത്തൽ വേണമെന്നതായിരുന്നു അവരുടെ അന്നത്തെ പ്രധാന ആവശ്യമെന്ന് പറയപ്പെടുന്നത്. സമാന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ CPM-ൽ ഉണ്ടായിരിക്കുന്നത്. CPM മുൻ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ജി സുധാകരനാണ് മുഖ്യമന്ത്രിക്കെതിരെ ആദ്യ ഒളിയമ്പ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് എന്നും ഇതുവരെ അഴിമതി ആരോപണം നേരിട്ടിട്ടില്ല എന്നുമാണ് സുധാകരൻ കഴിഞ്ഞ ദിവസമൊക്കെ ആലപ്പുഴയിൽ പറഞ്ഞു വച്ചത്. ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയപ്പെടുന്നത് മികച്ചതായിരുന്നുവെന്നും ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ ഉണ്ടായത് എന്നും, എന്നാൽ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLA-യും മിണ്ടാത്ത തരത്തിലായി എന്നും രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നും ജി സുധാകരൻ പറയുന്നു. നല്ല നേതാവുണ്ടെങ്കിൽ മാത്രമേ ജനം പിറകെ വരുമെന്നുകൂടി സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ ലക്ഷ്യം ആര് എന്നത് വ്യക്തമല്ലേ? തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് CPM നേതാവായിട്ടുള്ള PK കുഞ്ഞനന്ദൻ അനുസ്മരണത്തിനിടയിൽ P ജയരാജൻ പറഞ്ഞു വെച്ചത്. ആലപ്പുഴയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ളത് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള R നാസർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ സംഭവിക്കുന്നു? നേതൃതലത്തിൽ ഉൾപ്പെടെ തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നാസറും പറയുന്നത്. ആസൂത്രിതമായെങ്കിൽ ആയില്ലെങ്കിലും പല പാളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ പടവരുന്നത് ശ്രദ്ധേയമാവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ഏറെ പഴികേട്ട വകുപ്പുകൾ ഒന്ന് എന്ന് പറയപ്പെടുന്ന ആഭ്യന്തര വകുപ്പാണ്. കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി എന്തൊക്കെ ചെയ്തോ അതേ ശൈലിയിലായിരുന്നു കേരളത്തിൽ പിണറായിയുടെ പോലീസിൻ്റെ ഭരണമെന്ന് പറയപ്പെടുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പോലും UAPA ചുമത്തിയതും CAA വിരുദ്ധ സമരക്കാർക്കെതിരെ കേസെടുത്തതും മാവോയിസ്റ്റ് വേട്ടയും ഈരാറ്റുപേട്ടയിൽ വൈദികനെ വാഹനമിടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ആ മതം പറഞ്ഞതുമൊക്കെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയെന്ന് സഖാവ് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും TP കേസ് പ്രതികളുടെ ജയിൽ ഭരണവും തുടരെയുള്ള പരോളും ആഭ്യന്തര വകുപ്പിൻ്റെ യശസ് കെടുത്തി എന്നുള്ളത് വസ്തുതയാണ്. വകുപ്പിന് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി വേണമെന്ന ആവശ്യം കൂടി മുഖ്യമന്ത്രി അന്ന് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തില്ല എന്ന പിടിവാശി 4000 കുടുംബങ്ങളെയെങ്കിലും LDF-നെതിരെ തിരിയാനിടയാക്കി എന്നുള്ളത് മറന്നു പോകരുത്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജി ആവശ്യപ്പെട്ട് ആരും വരേണ്ട എന്നത് പ്രതിപക്ഷത്തിന് മാത്രമുള്ള മുന്നറിയിപ്പായിരുന്നില്ല അന്ന് പിണറായി നൽകിയത്. പാർട്ടിയിലും ഘടകകക്ഷികളും അതേ മനോനില ഉള്ളവരുണ്ട് എന്നത് മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ നാവടപ്പിക്കുന്നതിനൊപ്പം സ്വന്തം ചോരയ്ക്ക് ദാഹിക്കുന്ന പാർട്ടിയിലെ ചിലരെ കൂടി ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ഈ പിണറായി വിജയൻ തൻ്റെ നയം വ്യക്തമാക്കിയത് എന്നുള്ളത് ആരും മറന്നു പോകരുത്. 15 മുതൽ CPM നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ഇന്നു മുതൽ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും തനിക്കെതിരെ വിമർശനം ഉയരുമെന്നുള്ള മുന്നറിവ് ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ട് താനും.
അത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ കൂടി തന്നെയാണ് ഒരു മുഴം മുമ്പേ പിണറായി നിലപാട് വ്യക്തമാക്കിയത്, ആരും തൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. ഇത്രയും വലിയ തോൽവിയേറ്റിട്ട് പോലും ഒരു നാണവും മാനവും ഇല്ലാത്തൊരു നേതാവായി പിണറായിക്ക് തുടരാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നട്ടലുള്ള സഖാക്കൾ നേതാക്കന്മാരായി ഈ പാർട്ടിയിലുണ്ട്. ഈ ജി സുധാകരനെ പോലുള്ളവരെയൊക്കെ പാർട്ടി സെക്രട്ടറി ആക്കണം, സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിയമിക്കണം. ഭരിക്കാൻ കഴിവുള്ളവനെയൊക്കെ നേതാവായി മുൻനിരയിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് അവരെ കൊണ്ട് നയിക്കണം. അല്ലാതെ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കില്ല എന്നും തൻ്റെ രാജി ആവശ്യപ്പെടേണ്ട എന്നും പറയപ്പെടുന്ന ഏകാധിപത്യ പ്രവണതയിൽ പ്രവർത്തിക്കുന്ന പിണറായിയെ പോലുള്ളവരെയൊക്കെ പാർട്ടിയാണ് ശക്തിയെങ്കിൽ പാർട്ടി തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു തിരുത്തൽവാദത്തിൻ്റെ ശംഖുലി മുഴങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യവും സംശയിക്കേണ്ട. കാരണം കരുണാകരനെ എങ്ങനെയാണോ തിരുത്തൽവാദത്തിലൂടെ പുകച്ചു പുറത്തു ചാടിക്കുവാൻ മൂവർ സംഘം തയ്യാറെടുപ്പുകൾ നടത്തിയത്, അതുപോലെ തന്നെയാണ് ജി സുധാകരനും പി ജയരാജനുമൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ല, തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണം, നയിക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടാകണം. ആ നേതാവിന് മാത്രമേ ജനത്തിനെ കൂടെ നിർത്താൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിണറായി എന്ന് പറയപ്പെടുന്ന ലോക തോൽവിക്ക് ജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് പറയാതെ പറയുകയാണ് ഇവിടെ സുധാകരനും ഒപ്പം തന്നെ ഈ പി ജയരാജനും. ഇതൊരു തിരുത്തൽവാദമാണ്. ഈ തിരുത്തൽവാദം എന്ന് പറയപ്പെടുന്നത് CPM-ൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ൻ്റെ അടിവേരറക്കുന്നതിന് മുമ്പ് പിണറായി വിജയനെ രാജിവെപ്പിക്കുക, പിണറായി വിജയൻ രാജിവെച്ച് മാറി നിന്നുകൊണ്ട് പുതിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുക, പിന്നെ ഈ പിണറായി വിജയന് ഏറാമൂലിയായി നിൽക്കുന്ന MP ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുക, ജി സുധാകരനെ പോലുള്ളവരെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കുക. പാർട്ടി ഉയർന്നു വരും. പാർട്ടിയും നേതാക്കളും നയിക്കാൻ കെൽപ്പുള്ളവരും വന്നാൽ ഇനിയും ഉയരങ്ങൾ താണ്ടിപ്പോകുവാൻ ഈ സഖാക്കൾക്കും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ല എങ്കിൽ ഈ പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് പോവുകയാണ്. പിണറായി വിജയനായിരിക്കും അന്തകൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. CPM എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ കൂടി ഇല്ലാതാകുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ നശിക്കുകയാണ്, ചരിത്രമായി മാറുകയാണ്.